ഹായ് ഓൾ, പ്രിസൺ ഓഫീസർ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു PYQ ചെയ്ത് നോക്കിയാലോ? 2024 നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്നലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. 2025 നടന്ന പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. കാണാത്തവർ കയറി കണ്ടു നോക്കൂ. അപ്പം എല്ലാവർക്കും ക്വസ്റ്റ് PSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അല്ലേ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. എന്താണ്? 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. INCയിൽ സജീവ പങ്കാളിത്തം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ഇനി അൽ ഇസ്ലാം, മുസ്ലിം, ദീപിക എന്നീ മാസികകളുടെ സ്ഥാപകൻ ആരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറുപ്പഴം എന്ന ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ഓപ്ഷൻ ബി, അവധിനെയാണ് വിശേഷിപ്പിച്ചത്. ദുർഭരണം ആരോപിച്ച് ഡൽഹൌസി പിടിച്ചെടുത്ത പ്രദേശമാണ് അവധ്. ആരായിരുന്നു അവധിലെ റൂളർ? ആരായിരുന്നു? വാജിദ് അലി ഷാ ആയിരുന്നു അവധിലെ റൂളർ. മൂന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ, 3 മാത്രം. നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്നതാണ് ബന്ധമില്ലാത്തത്. ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അല്ലേ നമ്മൾ എല്ലാ വർഷവും ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, 1930 ജാനുവരി 26 രവി നദിക്കരയിൽ പൂർണ്ണ സ്വരാജിൻ്റെ ഭാഗമായിട്ട് പതാക ഉയർത്തിയായിരുന്നു അല്ലേ? പതാക ഉയർത്തിയായിരുന്നു. ഓക്കെ, ഇനി നിസ്സഹകരണ സമരം ആരംഭിക്കുക, അത് ഏത് സമ്മേളനത്തിലായിരുന്നു തീരുമാനിച്ചിരുന്നത്? 1920 INCയുടെ നാഗ്പൂർ സെക്ഷനിൽ വിജയരാഘവാചാരി അധ്യക്ഷനായ നാഗ്പൂർ സെക്ഷനിൽ ആണ് നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്ന തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? ഏത് സംഭവത്തിൻ്റെയാണ്? വാഗൺ ട്രാജഡിയുടെയാണ്. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കുപ്രസിദ്ധ സംഭവമായിരുന്നു വാഗൺ ട്രാജഡി അല്ലേ? എന്നായിരുന്നു? 1921 നവംബർ 10 മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി 90 പേരിൽ 67ഓളം പേർ ശ്വാസം കിട്ടാതെ മരിച്ച ഒരു സംഭവമായിരുന്നു വാഗൺ ട്രാജഡി. ഓക്കെ, SCRTയിലെ 72 പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആരായിരുന്നു നേതൃത്വം നൽകിയത്? ബ്രിട്ടീഷ് റൂളറായിരുന്ന TS ഹിച്ച്കോക്ക് ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഓക്കെ, വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിലെ സ്റ്റേഷൻ ഏതായിരുന്നു? പോത്തന്നൂർ സ്റ്റേഷനായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ ഏതായിരുന്നു? നേപ്പ് കമ്മീഷനായിരുന്നു. AR നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡി വിശേഷിപ്പിച്ചതാരായിരുന്നു? സുമിത് സർക്കാർ ആയിരുന്നു. എന്തായിരുന്നു വിശേഷിപ്പിച്ചത്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഏത് സ്ഥലത്താണ്? തിരൂരിലാണ് അല്ലേ? തിരൂരിലാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പം വർഷം ഏതാണ്? 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നിരുന്നത്. ഓക്കെ, എന്തായിരുന്നു ജാലിയൻ വാലാബാഗ്? 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ റൗലത്ത് നിയമത്തിനെതിരായി നടന്ന ഹർത്താലിൽ ഡോക്ടർ സത്യപാൽ സൈഫുദ്ദീൻ കിച്ലു എന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ഇതിനെതിരായിട്ട് ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ തടിച്ചുകൂടുകയും ഇവർക്കെതിരെ ജനറൽ ഡയർ വെടിവെപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിരുന്നു ജാലിയൻ വാലാബാഗ് ദുരന്തം അല്ലേ? ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ 379ഓളം പേർ കൊല്ലപ്പെടുകയും 1500ഓളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇനി മൈക്കൽ ഓഡയറിനെ പിന്നീട് വധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആരായിരുന്നു വധിച്ചിരുന്നത്? ഉദ്ധം സിംഗ് ആയിരുന്നു. 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് പോയി മൈക്കൽ ഡയറിനെ വധിച്ചിരുന്നു. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏതായിരുന്നു? 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത്. ഓക്കെ, ഇനി ക്ഷേത്രപ്രവേശന വിളംബരം. എന്നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിരുന്നത്? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനം വിളംബരം നടന്നിരുന്നത് 1936 നവംബർ 12 അല്ലേ? നവംബർ 12
മലബാറിലെയോ 1947 ജൂണിലും കൊച്ചിയിൽ 1948 ഡിസംബറിലുമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിരുന്നത്. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം? 1924 വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ എല്ലാ ജാതിക്കാർക്കും നടപ്പാത തുറന്നു കൊടുക്കണം എന്ന വാദവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹം. 603 ദിവസം നീണ്ടു നിന്നിരുന്ന സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൽ നിവേദനം സമർപ്പിച്ചത് ആർക്കായിരുന്നു? ശ്രീ സേതുലക്ഷ്മി ബായിക്ക് ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1, 2, 3 ശരി. കുടിയരശ് E.V. രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു ഭൂലെ. ഓക്കെ, സമ്പാദ് കൗമുദി ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ് അല്ലേ സമ്പാദ് കൗമുദി. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ കൊടുത്തിട്ടുള്ളവ കാലഘടനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓർഡർ. അടുത്ത ചോദ്യം നോക്കിയേ. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആസാം ആണ്. ആസാം. മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാം ആണ്. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഓപ്ഷൻ ഡി 4 ഉപഗ്രഹം. 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നലെങ്കിലും ഉണ്ടെങ്കിൽ GPS ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഒഡീഷയിലെ കോരാപൂട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണ് മഹാനദി. ഓക്കെ, മഹാനദിയുടെ മറ്റേതൊക്കെ പോഷക നദികളുണ്ട്? ഷിയോനാഥ് ഉണ്ട്, ഇബുണ്ട്, ടെല്ലുണ്ട് അല്ലേ. ഓക്കെ, മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അമർക്കണ്ട് പീഠഭൂമിയിലെ സിഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. എത്ര കിലോമീറ്ററാണ്? 857 കിലോമീറ്ററാണ് മഹാനദി ഒഴുകുന്നത്. ഓക്കെ, അടുത്തത് ലൂണി ഏതാണ്? ആരവല്യ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ലൂണി. ലൂണി രാജസ്ഥാൻ, ഗുജറാത്ത് മുതലായ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി എവിടെ ചെന്നാണ് ചേരുന്നത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ചെന്നാണ് ലൂണി ചേരുന്നത്. ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ നീളം. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ജീര, പ്രാൺഹിത മുതലായവ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഓക്കെ, കാവേരി ആണെങ്കിലോ? കാവേരി 800 കിലോമീറ്റർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏതൊക്കെയാണ് കാവേരിയുടെ പോഷക നദികൾ? കബനി, പാമ്പാർ, അമരാവതി, അർക്കാവതി മുതലായവ കാവേരിയുടെ പോഷക നദികളാണ്. തമിഴ്നാട്, കർണാടക ജില്ലകളിലൂടെ ഒഴുകുന്നു, ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ബാർലി പയറുവർഗ്ഗമാണ് അല്ലേ. ബാർലി പയറുവർഗ്ഗം. ഏതൊക്കെയാണ്? ഗോതമ്പ്, പയർ, ബാർലി, പുകയില മുതലായവയൊക്കെയാണ് റാബി വിളകൾ. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടമാണ്. ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. തിഫായ്മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള തർക്കത്തിന് കാരണമായ ഡാം ഏതാണ്? തിഫായ്മുഖ് ഡാം. ഓക്കെ, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള തർക്കത്തിന് കാരണം ആരാണ്? തിഫായ്മുഖ് ഡാം ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്. അത് അപ്പോഴത്തെ ഗവർണറാണ്. ഇപ്പോഴത്തെ പ്രസന്റ് ഗവർണർ ആരാണ്? 2025-26 ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ 26ാമത്തെ ഗവർണർ. സഞ്ജയ് മൽഹോത്ര. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം ശരിയാണ്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. ഓക്കെ, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉജ്ജീവനം പദ്ധതി. ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതി. അപ്പം കുടുംബശ്രീ നടത്തുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ്? 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും 6429 കുടുംബങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വരുമാനവും തൊഴിലും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം. ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ റവല്യൂഷൻ. ഓക്കെ, മത്സ്യകൃഷിയാണെങ്കിലോ? നീല വിപ്ലവം. ബ്ലൂ റവല്യൂഷനാണ് മത്സ്യകൃഷി. മുട്ടയാണെങ്കിൽ രജത വിപ്ലവം, സിൽവർ റവല്യൂഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ.
ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. എന്നാൽ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യയാണ്. ഓക്കെ. ജൂൺ 29 നമ്മൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇനി ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്, 109. ശരിക്കും 109 എന്ന് പറയുന്നത് ധനബില്ലിനെ സംബന്ധിച്ച് രാജ്യസഭയുടെ പങ്ക്, റോൾ ഓഫ് രാജ്യസഭ റിഗാർഡിംഗ് മണി ബില്ലാണ് 109. 110 ധനബില്ലിനെ കുറിച്ച് ഉള്ള ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 74 ആണെങ്കിലോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 74. 209 ആണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ധനബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 209. ഓക്കെ. ഇനി 169 ആണെങ്കിൽ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉമാണ്. മായം ചേർക്കൽ, തൊഴിൽ, ഇത് രണ്ടുമാണ് കൺകറന്റ് ലിസ്റ്റിനകത്ത് പെടുന്നത്. പൊതുജനാരോഗ്യം, വ്യാപാരവും വാണിജ്യവും ഒക്കെ പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ്. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏതാണ്? ഓപ്ഷൻ ബി 2ആണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംവരണ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുന്നത് ഡിലിമിറ്റേഷൻ കമ്മീഷനുമാണ് അല്ലേ. അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചായിരുന്നു. ആരായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ? സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ, താൽക്കാലിക അധ്യക്ഷൻ. എന്നാൽ സ്ഥിരാധ്യക്ഷനായിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദനായിരുന്നു. ഓക്കെ. 2 വൈസ് പ്രസിഡന്റുമാരും കൂടെ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഓക്കെ. അടുത്ത ചോദ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത അത് ഏത് 1989 ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്. അശോക് മേത്ത കമ്മിറ്റി എന്നായിരുന്നു? അശോക് മേത്ത കമ്മിറ്റി 1977 വന്നതായിരുന്നു അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ. ആദ്യം വന്നത് ഏത് കമ്മിറ്റിയായിരുന്നു? ബൽവന്ത് റായ് കമ്മിറ്റിയായിരുന്നു. 1957 ബൽവന്ത് റായ് കമ്മിറ്റി ആദ്യം വന്നു. പിന്നീട് 1977 വന്നതാണ് അശോക് മേത്ത കമ്മിറ്റി. ഇനി ഹനുമന്തറാവു കമ്മിറ്റി എന്നാണ് വന്നത്? 1983 ഹനുമന്തറാവു കമ്മിറ്റി വന്നു. 1985 GVK റാവു കമ്മിറ്റി വന്നായിരുന്നു. ഓക്കെ. തുങ്കൻ കമ്മിറ്റി എന്നാണ് വന്നത്? 1989. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് 1986 LM സിംഗ്വി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയും ഉണ്ടായിരുന്നു. 1986 LM സിംഗ്വി കമ്മിറ്റിയും 1988-89 കാലഘട്ടത്തിലാണ് PK തുങ്കൻ കമ്മിറ്റി വരുന്നത്. അപ്പം ഭരണഘടനാപരമായ അംഗീകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? 1ഉം 2ഉം 3ഉം. ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സർഷ്യൂറി. അടുത്ത ചോദ്യം. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പറയുന്നത് ആർട്ടിക്കിൾ 51ഉം പരിസ്ഥിതി സംരക്ഷണം പറയുന്നത് ആർട്ടിക്കിൾ 48A-യിലുമാണ്. ഓക്കെ. രാജ്യത്തിൻ്റെ പ്രതിരോധം എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് രാജ്യത്തിൻ്റെ പ്രതിരോധം. ഓക്കെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 23ഉം 24ഉമാണ്. ഓക്കെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത്. അടുത്ത ചോദ്യം. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 44. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്? ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? 2022-2027 14ാം പഞ്ചവത്സര പദ്ധതി കാലം. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി കുടുംബശ്രീയാണ്. കുടുംബശ്രീ. ഓക്കെ. സ്റ്റേറ്റ് ഇറാഡിക്കൽ മിഷൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ബാക്കി സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പദ്ധതികൾ ഏതൊക്കെയാണ്? താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം. എന്തായിരുന്നു താലോലം? 18 വയസ്സിന് താഴെയുള്ള സെറിബ്രൽ പാൾസി,
ഹൃദയരോഗങ്ങൾ മുതലായ രോഗങ്ങൾ, തലൈസീമിയ മുതലായ രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ ധനസഹായമാണ് താലോലം പദ്ധതി. സ്നേഹപൂർവ്വം പദ്ധതി എന്താണ്? മാതാപിതാക്കൾ രണ്ടുമോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളോ നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് ബന്ധുവീട്ടിൽ നിന്ന് വളരാൻ വേണ്ട സഹായം ചെയ്യുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. ശ്രുതിതരംഗം പദ്ധതി കോക്ലിയ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ശ്രുതിതരംഗം പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപകൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 243 ഐയും 243 വൈയും. 243 ഐ 243 വൈ. ഓക്കെ. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്രയാണ്? 22 രൂപ. പ്രസൻ്റ്ലി കേരള തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് കിട്ടുന്ന എത്ര രൂപയാണ്? 369 രൂപയാണ് ഇപ്പം കിട്ടുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയിലാണ്, 400 രൂപ. അടുത്ത ചോദ്യം. പട്ടിക 1, പട്ടിക 2 എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. മന്ദഹാസം പദ്ധതി. എന്താണ് മന്ദഹാസം പദ്ധതി? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പല്ല് സെറ്റ് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. സമന്വയ പദ്ധതി എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സമന്വയ പദ്ധതി. അഭയകിരണം പദ്ധതി നിരാവലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമാണ് അഭയകിരണം പദ്ധതി. അവർക്ക് അഭയം കൊടുക്കുന്നു. ഓക്കെ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അടുത്ത ചോദ്യം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? ഏത് രോഗത്തിനെയാണ്? മലേറിയയാണ്. ഓപ്ഷൻ ഡി മലേറിയ. അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം. ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അപ്പം ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു, കാർഡിയാക് അറസ്റ്റ് എന്നറിയപ്പെടുന്നു. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം ഉണ്ടാകുന്നില്ല, അല്ലേ? ഹൃദയാഘാതം എന്താണ്? ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നിലയ്ക്കുന്നതാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഹൃദയാഘാതം മൂലം വേണമെങ്കിൽ നമുക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകാം. ഓക്കെ, അല്ലാതെ ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നില്ല. ഹൃദയസ്തംഭനം സംഭവിച്ചയാൾക്ക് എമർജൻസി ആയിട്ട് നമ്മൾ CPR കൊടുക്കണം. ഓക്കെ, എന്താണ് CPRൻ്റെ ഫുൾ ഫോം? എന്താണ്? കാർഡിയോ പൾമിനറി റിസക്സിയേഷൻ. എന്താണ്? കാർഡിയോ പൾമിനറി റിസക്സിയേഷൻ. റീസെൻ്റായിട്ട് നടന്നൊരു എക്സാമിന് ചോദിച്ചിരുന്നു CPRൻ്റെ ഫുൾ ഫോം, കാർഡിയോ പൾമിനറി റിസക്സിയേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെർബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 2, 4, 5 ആണ് ശരി. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെർബറി. ഓക്കെ, ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തിയതായി കണ്ടുവരുന്നു. ഏതാണ്? പോളിഷ്ഡ് റൈസിനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇനി ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകാഹാര വൈകല്യം എന്താണ്? കോഷ്യോക്കറാണ്, അല്ലേ? കോഷ്യോക്കറും മരാസ്മസുമാണ് ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകാഹാര വൈകല്യം. അടുത്ത ചോദ്യം. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? UAE വെച്ചാണ്. അപ്പം COP29 നടന്നത് എവിടെ വെച്ചായിരുന്നു? ബാക്കു, അസർബൈജാൻ. 29ാമത് COP29 നടന്നത് ബാക്കു, അസർബൈജാനിലും. 30ാമത്തത് എവിടെ വെച്ചാണ്? ബേലം, ബ്രസീലിൽ വെച്ചുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? B തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയാണ് T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. ചോദ്യം 38. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ്? -40 ഡിഗ്രി സെൽഷ്യസിലാണ്, അല്ലെ? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ് -40 ഡിഗ്രിയിലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിട്ടിരിക്കുന്നത് താപനിലയിൽ. അടുത്ത ചോദ്യം നോക്കിയേ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ സി ആണ് പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഓക്കെ, ഒരു വൈദ്യുതികാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തത്? ഓപ്ഷൻ എ ആവർത്തിക്കാണ്. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവർത്തിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു?
ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3യുടെ റോവർ സ്ഥിരീകരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, അക്വാറിജിയ ഏതിൻ്റെ മിശ്രിതമാണ്? HCl HNO3. HCl HNO3യുടെ മിശ്രിതമാണ് അക്വാറിജിയ. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം പറയുക. Na2CO3 10H2O. എന്താണ് Na2CO3 10H2O ആണ്. ഓക്കെ, ചോദ്യം 44, സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അലൂമിനിയം. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ രാജ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വങ്കാരി മാതായി. അത് അപ്പോഴത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. ഇപ്പോഴത്തെ നോബൽ പ്രൈസ് 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കായിരുന്നു? മരിയ കൊറീന മച്ചാഡോയ്ക്ക്. മരിയ കൊറീന മച്ചാഡോ വെനസ്വേലൻ പൊളിറ്റീഷ്യനാണ് മരിയ കൊറീന മച്ചാഡോ. ഓക്കെ, എക്കണോമിക്സിന് ആർക്കൊക്കെയാണ് കിട്ടിയത് 2025? ജോയൽ മോക്കർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹൗവിറ്റ്. ഇവർക്ക് 3 പേർക്കാണ് എക്കണോമിക്സിന് കിട്ടിയത്. ഓക്കെ, ഇനി കെമിസ്ട്രിക്ക് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഒമറം യാഗി, സുസുമോ കിറ്റോഗാവ, റിച്ചാർഡ് റോബിൻസൺ. കെമിസ്ട്രിക്ക് ആർക്കൊക്കെയാണ് കിട്ടിയത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ കണ്ടുപിടുത്തത്തിന് ഒമറം യാഗി, സുസുമോ കിറ്റാഗാവ, റിച്ചാർഡ് റോബിൻസൺ. ഇവർക്ക് 3 പേർക്കുമാണ് കിട്ടിയത്. വൈദ്യശാസ്ത്രത്തിന് ആർക്കായിരുന്നു? ഫ്രെഡ് റാംസ്വെൽ, മേരി ഇ ബ്രങ്കോ, ഷിമോൺ സഗാഗുച്ചി. മേരിക്കും ഫ്രെഡിനും ഷിമോൺ സഗാഗുച്ചിക്കുമാണ് മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, സാഹിത്യത്തിനാണെങ്കിൽ ആർക്കായിരുന്നു? ലാസ്ലോ കർസോ ഹോർക്കായ്ക്കായിരുന്നു. ലാസ്ലോ കർസോ ഹോക്കായ്ക്കായിരുന്നു സാഹിത്യത്തിനുള്ള നോബൽ കിട്ടിയത്. ഫിസിക്സിനാണെങ്കിലോ ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡേവർട്ട്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്കിനും മൈക്കലിനും ജോൺ എം മാർട്ടിനസിനുമായിരുന്നു ഫിസിക്സിന് കിട്ടിയത്. ഓക്കെ, ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ഡി, AJ ക്രോണിനാണ്. AJ ക്രോണിൻ. ഓക്കെ, കേരളത്തിൽ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കാസർഗോഡെയാണ് അല്ലേ? കാസർഗോഡ് കലാരൂപമാണ് അലാമിക്കളി എന്ന് പറയുന്നത്. പത്തനംതിട്ടയിൽ ഏതായിരുന്നു? പടയണിയാണ്. പത്തനംതിട്ടയിലെ പടയണി. അടുത്ത ചോദ്യം, സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, പി കുഞ്ഞിരാമൻ നായരാണ് എല്ലാത്തിലും കവിത ദർശിച്ച മഹാകവി. സൂക്ഷിച്ചു നോക്കൂ, കവിതയിൽ എന്തുണ്ട് കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ, എബ്രഹാം വർഗീസ് ആണ്. എബ്രഹാം വർഗീസ്. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻ ആണ്. സമയമുള്ളവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോവുക എക്സാമിന് മുമ്പായിട്ട് കേട്ടോ. അടുത്തത്, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. എന്താണ് ടാഗ് വരിക? ഷാൽ വി. ലെറ്റിൻ്റെ കൂടെ എന്താണ്? ഷാലാണ് വരുന്നത്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, ഷാൽ വി. ചോദ്യം 62, ഐ വെൻ ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. ഐ വെൻ ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ ആർട്ടിക്കിളാണല്ലേ. അടുത്ത ചോദ്യം, സിദ്ധാർത്ഥ് സ്ട്രെയിറ്റ് ആരോ. ഇതിൻ്റെ കറക്റ്റ് ഇഡിയം എന്താണ്? സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണ് സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുന്നത്. ഇനി ഇഫ് ക്ലോസ് ആണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഫസ്റ്റ് കണ്ടീഷനാണ് അല്ലേ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഫോക്സ് പാസ് മീൻസ് എന്താണ്? ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ ആൻ എംബ്രാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ആൻ എംബ്രാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. അതാണ് ഫോക്സ് പാസ് എന്ന് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. എന്താണ്? ബൂർഷ്വാസി. ബൂർഷ്വാസിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. BOURGEOIS ആണ്. ബി അവർ GOIS. BOURGOIS. അടുത്ത ചോദ്യം, യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്താണ് വരുന്നത്? യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ് വരുന്നത്. നെയ്തർ സാം നോർ റാം ഇസ് പ്രസൻ്റാണ് വരുന്നത്. നെയ്തർ നോറിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നെയ്തർ സാം നോർ റാം സിംഗുലർ ആയതുകൊണ്ട് തന്നെ എന്താണ് വരുന്നത്? ഇസ് ആണ് വരുന്നത്. നെയ്തർ സാം നോർ റാം ഇസ് പ്രസൻറ്റ്. അടുത്ത ചോദ്യം ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കാനാണ്. രാഹുൽ സെഡ് ഐ ലിവ് ഇൻ ചെന്നൈ. എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത്? രാഹുൽ സെഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ ചെന്നൈ. ഓക്കെ, അടുത്തത് സിനോണിമാണ്.
പ്രസ്പോസ്റ്ററസിൻ്റെ സിനോണിമാണ്. കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അൾട്ടർലി അബ്സേർഡ്. അതാണ് പ്രസ്പോസ്റ്ററസ്. കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ് അല്ലെങ്കിൽ അട്ടേർലി അബ്സേർഡ്. ഓക്കെ, അതാണ് പ്രപ്പോസ്റ്ററസ്. അടുത്തത് മലയാളമാണ്. കുലം, കൂലം, ശരിയായ അർത്ഥം ഏതാണ്? കുലം വംശം, കൂലം തീരം. ഓക്കെ, അടുത്ത ചോദ്യം ജാമാതാവ്. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മരുമകൻ. മരുമകന് പറയുന്നതാണ് ജാമാതാവ്. മരുമകൾക്ക് എന്തോ പറയും? സ്നുഷ എന്ന് പറയും അല്ലേ, സ്നുഷ. ഇനി അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ബി ആണ് ശരി. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും, അതാണ് ശരി. ഇനി NOC, അതിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദം ചോദിച്ചിരിക്കുകയാണ്. ഏതാണ് NOC? നിരാക്ഷേപ പത്രം. നിരാക്ഷേപ പത്രം. ചോദ്യം 75. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എ, മതി എന്നുള്ള ഭാവം, അതാണ് അലംഭാവം. ചോദ്യം 76. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി, നനവുള്ള. ആർദ്രം എന്താണ്? നനവുള്ള. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശിക സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? വിണ്ണാറാണ് ഉദാഹരണമല്ലാത്തത്. കണ്ണീർ, തണ്ണീർ, വെണ്ണീർ, ഇത് മൂന്നും ആദേശ സന്ധിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഋഷികളെ സംബന്ധിച്ച ഒറ്റപ്പദം എന്താണ്? ആർഷം. ആർഷമാണ് ഋഷികളെ സംബന്ധിച്ചത്. സർക്കുലർ എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന ഭാഷാപദം ഏത്? പരിപത്രം. സർക്കുലർ എന്താണ്? പരിപത്രം. നിരാക്ഷേപ പത്രം എന്താണ്? നോ ഒബ്ജക്ഷൻ ലെറ്റർ. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീതം എന്ത്? ക്ഷയം. വൃദ്ധി, ക്ഷയം. ഇനി അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, സെൻട്രൽ ജയിൽ. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ ജയിലാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂറാണ്. തവനൂർ. സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകൽത്തേരി തുറന്ന ജയിൽ സ്ഥാപിച്ച വർഷം. നെട്ടുകൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണ്? 1962. ഏതാണ്? നെട്ടുകൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ചത് 1962. കേരള സംസ്ഥാന ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശത്തിൻ്റെ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? PA2 DGP ആണ്. PA2 DGP. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, വിജിലൻസ് ആണ് ഉൾപ്പെടാത്തത്. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്? 30 ദിവസമാണ്. 30 ദിവസത്തിനകം വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകണം. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ആരെയാണ്? എ, വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന് കോടതി വിധിച്ചിട്ടുള്ളവ. വിവരം പരസ്യപ്പെടുത്തേണ്ട എന്ന കോടതി വിധിയുള്ളവയുടെ വിവരാവകാശ നിയമം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? വൈസ് പ്രസിഡൻ്റാണ്. ഓക്കെ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുത്തില്ല. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടും. എത്ര പേരാണ് വിവരാവകാശ കമ്മീഷണറും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിട്ട് വരുന്നത്? 11 പേരാണ് അല്ലേ. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത മറ്റ് കമ്മീഷണർമാരുമാണ്. അങ്ങനെ ടോട്ടൽ 11 പേരെ ആകാവുള്ളൂ. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 2(1)(c) ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് സമർപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? ഓപ്ഷൻ ബി, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് 3 വർഷമാണ്. 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ്. ഇപ്പം എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വിവരാവകാശവും മനുഷ്യാവകാശവും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോകുക കേട്ടോ. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഓപ്ഷൻ ഡി 2 ആണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്.
98. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏതാണ്? ഓപ്ഷൻ 4 എ ആണ്. 4 വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് ഉത്കണ്ഠയുടെ ലക്ഷണം. ഓക്കെ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർണർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആരാണ്? ഹൊവാർഡ് ഗാർണർ. അടുത്ത ചോദ്യം, മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്താണ്? ഓപ്ഷൻ ഡി ആണ് 3 ആത്മസാക്ഷാത്കാര ആവശ്യം. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്താണ്? ആത്മസാക്ഷാത്കാര ആവശ്യം. അപ്പം ഇത്രയുമാണ് 100 ചോദ്യങ്ങൾ. വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ റെഫർ ചെയ്തിട്ട് പോവുക. ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സസും നടത്തി വരുന്നുണ്ട്. ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ഡിഗ്രി ലെവൽ എക്സാംസിനും 10th ലെവൽ എക്സാംസിനും +2 ലെവൽ എക്സാംസിനും എല്ലാത്തിനുമുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെയും സ്പെഷ്യൽ എക്സാംസിൻ്റെയും ടെക്നിക്കൽ എക്സാംസിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മളെ ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.